ഓപ്പൺ എഐ ചാറ്റ്ജിപിറ്റിയുടെ ഉള്ളിൽ ചാറ്റ്ജിപിറ്റി വർക്ക് ലോഞ്ച് ചെയ്തു. ജൂലൈ 9-നാണ് ലോഞ്ച് ചെയ്തത്. ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ചാറ്റ്ജിപിറ്റിയുടെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചാറ്റും വർക്കും എന്ന് പറഞ്ഞ് 2 ടാബ്സ് സ്വിച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് അത് യൂസ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചാറ്റ്ജിപിറ്റി വർക്ക് എന്നത് ക്ലൗഡ് കോവർക്കിൻ്റെ ചാറ്റ്ജിപിറ്റി വേർഷൻ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കരുതാം. അതിൻ്റെ കൺസെപ്റ്റൊക്കെ സിമിലർ തന്നെയാണ്. നമ്മൾക്ക് ഓരോ ടാസ്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്ത് തരുന്ന കാര്യങ്ങളാണ് ചാറ്റ്ജിപിറ്റിയുടെ വർക്കും അതുപോലെ ക്ലൗഡിൻ്റെ കോവർക്കും. ക്ലൗഡിൻ്റെ കോവർക്ക് നിങ്ങൾ ഒട്ടുമിക്ക പേരും യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ അതിൻ്റെ വീഡിയോസ് ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചാറ്റ്ജിപിറ്റി വർക്കാണ് നോക്കുന്നത്. ചാറ്റ്ജിപിറ്റി വർക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ തന്നെ ഒരു ക്യൂട്ട് ലിറ്റിൽ പെറ്റിനെയൊക്കെ നമുക്ക് കൂട്ടായിട്ട് കിട്ടും. ടാസ്ക് റണ്ണിങ് ആണോ അതോ നമ്മുടെ അപ്രൂവൽ വേണോ അതോ ഔട്ട്പുട്ട് റെഡി ആയോ എന്നെല്ലാം ഈ ഒരു കുഞ്ഞൻ പെറ്റ് നമുക്ക് ക്യൂട്ട് ആനിമേഷൻസ് ത്രൂ നമുക്ക് കാണിച്ചു തരും. നമുക്കൊരു ടാസ്ക് റൺ ചെയ്യാൻ ഇട്ടിട്ട് നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്യൂട്ട് ലിറ്റിൽ പെറ്റ് നമുക്ക് എന്ത് ചെയ്ത് തരും, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ചാറ്റ്ജിപിറ്റി വർക്കിൻ്റെ ഫീച്ചേഴ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുകയും ചെയ്യാം. അപ്പോൾ ചാറ്റ്ജിപിറ്റി വർക്കും നമ്മുടെ നോർമൽ ചാറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ നോർമൽ ആയിട്ടുള്ള നേരത്തെ ഉണ്ടായിരുന്ന ചാറ്റ് നമുക്ക് കുറച്ച് ക്വിക്കായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക, എക്സ്പ്ലനേഷൻസ് കിട്ടുക, ചെറിയ റൈറ്റിങ്സ് ഒക്കെ ചോദിക്കുക, ഷോർട്ട് ഡിസിഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാം. നേരെ മറിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ചാറ്റ്ജിപിറ്റിയുടെ വർക്ക് എന്ന് പറയുന്ന ഫീച്ചർ നമ്മൾക്ക് കുറച്ചും കൂടി ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾക്കാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഒക്കെ പരിശോധിച്ച് ടാസ്ക് പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ അപ്രൂവൽ ചോദിക്കും. അവസാനം റിവ്യൂ ചെയ്യാൻ പറ്റുന്ന ഡെലിവറബിൾസ് ആയിട്ട് നമുക്ക് തരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ വർക്കിനോട് നമ്മളെപ്പോഴും ടെൽ മീ ഹൗ എന്ന് ചോദിക്കുന്നതിന് പകരം ക്രിയേറ്റ് ദിസ് ഔട്ട്കം യൂസിങ് ദീസ് സോഴ്സസ് അല്ലെങ്കിൽ അണ്ടർ ദീസ് റൂൾസ് എന്നൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ചാറ്റ്ജിപിറ്റിയുടെ വർക്ക് ആക്സസ് ചെയ്യാൻ നമുക്ക് 2 വഴിയാണുള്ളത്. ഒന്ന് നമുക്ക് വെബ് യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാം, രണ്ടാമത് നമുക്ക് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാം. വെബ് യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കറൻറ്റ് ചാറ്റ് GPT നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം ഇവിടെ 2 ടാബുകൾ കാണാം. ഇപ്പോൾ ചാറ്റും വർക്ക് എന്ന് പറയുന്നത്. ഈ വർക്ക് എന്ന ടാബിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പുതിയ ഫീച്ചർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ആ ഒരു വർക്ക് എന്ന് പറയുന്ന ഫീച്ചർ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫയൽസ് ഒക്കെ ഇവിടെ അപ്ലോഡ് ചെയ്യാം. മോർ ഇമ്പോർട്ടൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മോഡൽസ് ഇവിടെ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് 5.6 സോൾ മോഡലാണ് യൂസ് ചെയ്യുന്നത്. മോഡലിന് നമുക്ക് 3 വേർഷൻസ് ഉണ്ട്. 5.6 ടെറ, ലൂണ പറയുന്ന 3 വേർഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ എഫേർട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്താണ് ഹൈ വേണോ, മീഡിയം വേണോ, എക്സ്ട്രാ ഹൈ വേണോ, മാക്സ് വേണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഇവിടെ നമുക്ക് പ്ലഗിൻസ്, ഡിഫറെൻറ്റ് പ്ലഗിൻസ് നമുക്ക് യൂസ് ചെയ്യാം. ജിമെയിലും ഫിഗ്മയും ഏതൊക്കെയാണോ നമുക്ക് വേണ്ട, നോഷൻ അങ്ങനെയുള്ള പല പ്ലഗിൻസ് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പ്രൊജക്റ്റ് സെറ്റ് ചെയ്യാം. അതായത് ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഒരു ചൂസ് എ പ്രൊജക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊജക്റ്റ് ചൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, പല പുതിയ ചാറ്റുകൾ, പുതിയ ടാസ്കുകളായിട്ട് നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ എല്ലാം നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ന്യൂ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഒരു വർക്കിൻ്റെ ഒരു ഫുൾ ഫ്ലെഡ്ജിൽ നമ്മൾക്ക് അതിനെ യൂസ് ചെയ്യണമെങ്കിൽ എപ്പോഴും അതിൻ്റെ ഡെസ്ക്ടോപ്പ് ആപ്പ് യൂസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് നല്ല രീതിയിൽ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡെസ്ക്ടോപ്പ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് chatgpt.com/download എന്ന് പറയുന്ന URL-ലേക്ക് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഡൗൺലോഡ് ChatGPT ഫോർ ഡെസ്ക്ടോപ്പ് എന്നുള്ളത്. അപ്പോൾ മാക് OS ആണെങ്കിൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക, വിൻഡോസ് ആണെങ്കിൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് ഇത് ഡൗൺലോഡായി കിട്ടും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഇത് ഓപ്പൺ ആക്കാം.
അപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ അടുത്ത് കാണിക്കും കോഡെക്സ് ഇസ് നൗ ദ ChatGPT ആപ്പ്. അതായത് നമ്മൾ നേരത്തെ നിങ്ങൾ കോഡെക്സ് യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ആ ഒരു കോഡെക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ തന്നെയാണ് ഇപ്പോൾ ChatGPT ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ എല്ലാ പോർഷൻസും അതായത് നമ്മുടെ ChatGPTയുടെ വർക്കും അതുപോലെ കോഡെക്സും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു പുതിയ ആപ്ലിക്കേഷൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ മെയിലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നാണ് നമ്മുടെ ChatGPTയുടെ നോർമൽ ചാറ്റും അതുപോലെ വർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. കോവർക്ക് എന്ന് പറയുന്നത് ക്ലോഡിൻ്റെയാണ്, ChatGPTയുടെ ഇതിൻ്റെ പേര് വർക്ക് എന്നാണ് കേട്ടോ. പിന്നെ കോഡെക്സ് നമുക്ക് ഇവിടുന്ന് തന്നെ സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും. കോഡെക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ കോഡെക്സും ഈസി ആയിട്ട് ഇവിടുന്ന് തന്നെയാണ്. ഈ ഒരു സെയിം ആപ്പിൽ തന്നെയാണ് നമ്മുടെ കോഡെക്സും അതുപോലെ തന്നെ ChatGPTയുടെ വർക്കും നമുക്ക് വരുന്നത്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മോഡൽസ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് വേണ്ട മോഡലുകൾ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നിന്ന് തന്നെ മോഡൽസ് നമുക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ മോഡൽസിൻ്റെ എഫേർട്സ് നമുക്ക് ഇവിടുന്ന് മാറ്റി കൊടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ഫയൽസ്, ഫോൾഡേഴ്സ്, അതുപോലെ പ്ലഗിൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. നമുക്ക് ഫയൽസ് അപ്ലോഡ് ചെയ്യാം. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ChatGPTയുടെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനാണ്, വെബല്ല. വെബിലെ പോലെ തന്നെയാണ് ഇതിന് ഇൻ്റർഫേസും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വർക്ക്, അതുപോലെ തന്നെ ഈ ടോഗിൾ ബട്ടൺ നമ്മളിങ്ങനെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ചാറ്റ് കിട്ടും. ഇതുപോലെ വർക്കിലേക്ക് ടോഗിൾ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ChatGPTയുടെ വർക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്കിവിടെ മറ്റേതിൽ കണ്ടതുപോലെ തന്നെ പ്രൊജക്റ്റ് ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്, പ്ലഗിൻസ് ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ മെയിൻലി നമ്മൾ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഒരു ഫുൾ ഫ്ലെഡ്ജിൽ ഇതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളുടെ ഡെസ്ക്ടോപ്പിലുള്ള ഫോൾഡേഴ്സിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മുടെ ഫോൾഡറിൻ്റെ ഉള്ളിൽ കുറച്ച് ഇൻവോയ്സസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഇൻവോയ്സസിലെ ഡേറ്റ നോക്കിയെടുത്ത് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ അതിനെ നമുക്കൊരു എക്സൽ ഫോർമാറ്റിലാക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഫയലുകളൊന്നും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മുടെ ഫോൾഡർ മാത്രം നമുക്കിവിടെ ആക്സസ് കൊടുത്താൽ മതി. നമ്മുടെ ഡെസ്ക്ടോപ്പിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള ഇതത് വെച്ചിട്ട് വർക്ക് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത് തരും. സെയിം ടു നമ്മുടെ ക്ലോഡിൻ്റെ കോവർക്ക് പോലെ തന്നെയാണ് വരുന്നത്. ക്ലോഡിൻ്റെ കോവർക്ക് നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ക്ലോഡിൻ്റെ കോവർക്ക് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാനതിൻ്റെ ലിങ്ക് കൊടുക്കാം. നമ്മളതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ക്ലോഡിൻ്റെ കോവർക്കിൻ്റെ ChatGPT വേർഷൻ തന്നെയാണ് ChatGPT വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് ഡെസ്ക്ടോപ്പ് ഫോൾഡർ ആക്സസ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് മാർക്കറ്റ് പ്ലേസ് മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആമസോണ്, ഫ്ലിപ്കാർട്ട്, UAE ആണെങ്കിൽ നൂണ്, ട്രെൻഡിയോള്, ഇങ്ങനെയുള്ള മാർക്കറ്റ് പ്ലേസസിൽ ക്ലയൻസിന് വേണ്ടിയിട്ട് അവരുടെ പ്രൊഡക്ട്സ് കാറ്റലോഗിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ചില ക്ലയൻസിൻ്റെ കയ്യിൽ അവർക്ക് വളരെയധികം പ്രൊഫഷണൽ ഫോട്ടോഷൂട്ടൊന്നും ചെയ്യാനായിട്ടുള്ള ടൈം ഉണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, ഫോർ എക്സാമ്പിൾ ഇതുപോലെയാണ് എനിക്ക് കുറച്ച് പ്രൊഡക്ട്സിൻ്റെ ഫോട്ടോസ് ജസ്റ്റ് അയച്ച് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോൾ ആ പ്രൊഡക്റ്റ് അതുപോലെ തന്നെ ജസ്റ്റ് അതിൻ്റെ ആ ഒരു ബോക്സിൻ്റെ ഇമേജസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് സെൻഡ് ചെയ്ത് തന്നിരിക്കുന്നതെങ്കിൽ ഓരോ മാർക്കറ്റ് പ്ലേസസിനും അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള സ്പെസിഫിക്കേഷൻസ് ഉണ്ട് അല്ലേ? ഇപ്പോൾ ആമസോണിലാണെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. അങ്ങനെ ഓരോ മാർക്കറ്റ് പ്ലേസസിനും ഓരോ രീതിയിലുള്ള സ്പെസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഓരോ മാർക്കറ്റ് പ്ലേസസിനും വേണ്ടിയിട്ട് ആ ഒരു പ്രൊഡക്ട്സ് ഇമേജസ് റെഡിയാക്കിയാൽ മാത്രമാണ് നമുക്കത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വർക്കിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്കത് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഇവിടെ ചൂസ് എ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് തന്നെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. കാരണം ആ പ്രൊജക്റ്റിൻ്റെ അകത്തായിരിക്കും ഇതിനെ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചാറ്റുകളും നമ്മൾ കീപ്പ് ചെയ്ത് വെക്കുന്നത്. എപ്പോഴും ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ ന്യൂ പ്രൊജക്റ്റ് ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ മാർക്കറ്റ് പ്ലേസ് എന്ന് ജസ്റ്റ് പ്രൊജക്റ്റിനൊരു പേര് കൊടുത്തു. ഇനി ഇവിടെയാണ് നമ്മൾ സോഴ്സ് ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ എവിടെയാണോ ഈ ഒരു ഇമേജുകളൊക്കെ ഏത് ഫോൾഡറിലാണോ ഉള്ളത് അത് നമ്മളിവിടെ ഇതിന് ആക്സസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ എൻ്റെ ലോക്കൽ സിസ്റ്റത്തിൻ്റെ ആക്സസ് ഇവിടെ നമുക്ക് കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ ഒരു സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഇമേജസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് ആക്സസ് കൊടുത്തു. ഇനി ഇതല്ല, മൾട്ടിപ്പിൾ ഫോൾഡേഴ്സ് നമുക്ക് ആക്സസ് കൊടുക്കേണ്ട
കൊടുക്കണമെങ്കിൽ ഇവിടെ ആഡ് ഫോൾഡർ, അടുത്ത ഫോൾഡർ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് പല ഫോൾഡേഴ്സിലായിട്ടാണ് നമ്മളുടെ ആ ഒരു ഡേറ്റ കിടക്കുന്നതെങ്കിൽ അത് നമുക്കിവിടെ അതിന് ആക്സസ് കൊടുക്കാം, നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലുള്ള. എന്നിട്ട് ഞാനിവിടെ ക്രിയേറ്റ് പ്രൊജക്റ്റ് എന്ന് ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളുടെ പ്രൊജക്റ്റിൻ്റെ പേര് മാർക്കറ്റ് പ്ലേസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലുള്ള സ്റ്റോറേജ് എന്ന് പറയുന്ന ഫോൾഡറിൽ ഉള്ള ഇമേജസിന് നമ്മളിവിടെ ആക്സസും കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ ഇതിൻ്റെ അത് ചാറ്റിൻ്റെ അടുത്ത് പറയാം. I want to upload this product images in Amazon Marketplace. Edit the images to meet the requirements of it. ഓക്കെ, എന്ന് മാത്രമാണ് ഞാൻ കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിത് ചാറ്റ് സെൻഡ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ ഇതൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് ചില മൾട്ടിപ്പിൾ ഒരു ഏജൻറ്റ് പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഫുൾ ടൈം ഇവിടെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. അതിനാണ് നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പെറ്റ് എന്ന് പറയുന്നൊരു ഫീച്ചർ. അപ്പോൾ സ്ലാഷ് പെറ്റെന്ന് നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താവും, ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു പെറ്റിനെ നമുക്കിതുപോലെ കിട്ടും. ഓക്കെ, ഈ ഒരു പെറ്റ് എന്ത് ചെയ്യും, നമ്മൾക്ക് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നതെന്നുള്ളത് നമുക്കിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കിത് ക്ലോസ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്യണമെങ്കിലും നമ്മുടെ ഈ ഒരു പെറ്റ് ഇവിടെ ഇതുപോലെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും ടാബ്, അടുത്തൊരു ടാബ് ഞാൻ ഓപ്പൺ ആക്കുന്ന സമയത്തും ഈ ഒരു പെറ്റ് അവൈലബിൾ ആണ്. ഞാൻ എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നതിലും ഏത് ടാബ് നമ്മൾ ഓപ്പൺ ചെയ്താലും ഇത് നമ്മൾക്ക് അവൈലബിൾ ആയിട്ട് ഇവിടെ തന്നെ കിടക്കും. ഇപ്പോൾ ഞാൻ ക്ലോഡിൽ പോവാണ്. ക്ലോഡിൽ പോകുന്ന സമയത്ത് എന്താണ്, പെറ്റ് ഇവിടെ ഉണ്ടാവും. ഇതിപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും എന്തൊക്കെയാണിത് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ എന്താണ് നമുക്കിപ്പോൾ നമ്മളുടെ അടുത്ത് എന്തെങ്കിലും പെർമിഷൻ വേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് പറ്റും, ഇവിടെ നമ്മുടെ അടുത്ത് അത് പെർമിഷൻ വേണം എന്നുള്ള കാര്യങ്ങൾ അത് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ ഇതൊരു നമ്മുടെ അടുത്ത് ഈ ഒരു സിമ്പിൾ കാണിക്കുന്നില്ലേ, ഒരു ക്ലോക്കിൻ്റെ പോലത്തെ, അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്തൊന്നും പെർമിഷൻ ചോദിക്കുകയാണ്. അതുകൊണ്ടാണ് മാക്കോയസ് ഇമേജ് കൺവേർഷൻ ഒപ്റ്റിമൈസേഷൻ ടൂൾ എന്തുകൊണ്ടോ അത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്തോ ഒരു പെർമിഷൻ കൊടുക്കാനുള്ളത് കൊണ്ടാണ് അവിടെ ഈ ഒരു ക്ലോക്കിൻ്റെ പോലെ ഒരു ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ചാറ്റ് വിൻഡോയിൽ വന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾക്ക് ചാറ്റ് ജിപിടിയിൽ വന്നിട്ട് നമുക്കതിന് പെർമിഷൻ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി എന്താണോ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നമുക്കത് പോയി ചെയ്യാം. അപ്പോഴത്തേക്കിനും ഈ ഒരു നമ്മുടെ പെറ്റ് അതിനനുസരിച്ച് എന്തെങ്കിലും നമ്മുടെ അടുത്ത് പെർമിഷൻ വേണ്ടതുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്കതെല്ലാം നമ്മുടെ അടുത്ത് പെർമിഷൻ ചോദിക്കും. അതുപോലെ തന്നെ നമ്മൾക്കും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇനി ഈ ഒരു പെറ്റിനെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം എങ്കിൽ അതും പോസിബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ സെറ്റിങ്സിൽ വരിക. സെറ്റിങ്സിൽ വന്നിട്ട് ഈ പെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ ഡിഫറെൻറ്റ് പെറ്റുകളെ നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പല പെറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെറ്റിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ചെറുതാക്കണമെങ്കിൽ നമുക്ക് ചെറുതാക്കാം, കുറച്ചും കൂടി വലുതാക്കി കാണിക്കണമെങ്കിൽ വലുതാക്കി കാണിക്കുകയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പെറ്റിനെ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് ഇതുപോലെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് പെറ്റിനെ നമുക്ക് ഹൈഡ് ചെയ്യണമെങ്കിൽ ഇവിടെ സെറ്റിങ്സിൻ്റെ ഉള്ളിൽ തന്നെ ഹൈഡ് പെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെറ്റ് ഹൈഡായി പോവുകയും ചെയ്തോളും. ഇനിയിപ്പോൾ ഈ ഒരു വർക്ക് നമ്മുടെ ചാറ്റ് ജിപിടിയുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അടുത്ത വർക്കുകൾ ഇതിന് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ ഇവിടെ ന്യൂ ചാറ്റിൽ വരാം. എന്നിട്ട് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റിലല്ല നമുക്ക് വർക്ക് ചെയ്യേണ്ടത്, വേറൊരു പ്രൊജക്റ്റിലാണ് വർക്ക് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് എനിക്ക് ഒരു കാര്യം ചെയ്യിപ്പിക്കേണ്ടതെങ്കിൽ അത് നമുക്ക് പുതിയൊരു ചാറ്റായിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഒരു ഇത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ പുതിയൊരു ചാറ്റ് വരും. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യിക്കാനായിട്ട് വരും. ഇപ്പോൾ ഞാനിപ്പോൾ മാർക്കറ്റ് പ്ലേസിൻ്റെ ഇമേജസ് ആണല്ലോ എഡിറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ചാറ്റിൻ്റെ ഉള്ളിൽ ഈ പ്രൊജക്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഞാനിനി പറയാൻ എനിക്ക് മാർക്കറ്റ് പ്ലേസിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് എന്താ പറയുക, കാറ്റലോഗിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടി വേണം എന്ന് പറയാണ്. പ്ലീസ് ക്രിയേറ്റ് the
product details for cataloging. Okay, based on Amazon റെക്കമെൻഡേഷൻസ് എന്താണോ അവരുടെ റെക്കമെൻഡേഷൻസ്, അതുപോലെ SEO വാട്ട് എവർ ഇറ്റ് ഈസ്, ആമസോണിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പറയുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അടുത്തൊരു ചാറ്റായിട്ട് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കത് കിട്ടും. അപ്പോൾ ഇതുപോലെ ഈ ഒരു സെയിം ഫോൾഡറിൽ തന്നെ വർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ളതാണെങ്കിൽ ഒറ്റ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് മൾട്ടിപ്പിൾ ചാറ്റുകളായിട്ട് ഇതുപോലെ അതിന് വർക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇനി പുതിയൊരു പ്രൊജക്റ്റ്, പുതിയൊരു കാര്യമാണ് നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾക്ക് ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് ലോക്കൽ തന്നെയാണ്. അപ്പോൾ ഞാൻ പ്രൊജക്റ്റിന് നെയിം കൊടുക്കുവാണ്. ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ സൈറ്റ് എന്ന് പറയുന്ന സൈറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഫോൾഡറാണ്. ഈ ഒരു പെർട്ടിക്കുലർ ഫോൾഡറിൻ്റെ ഉള്ളിൽ കുറച്ച് പ്രൊഡക്റ്റ് ഇമേജസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ഇമേജസ് വെച്ചിട്ട് ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ലാൻഡിങ് പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ കാണാം, ഇത് കണ്ടില്ലേ, വെബ്സൈറ്റ് എന്ന് പറയുന്ന പുതിയൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ടായി. ഇനി ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചാറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ബേസ്ഡ് ഓൺ ദ understand the product images from the folder and create a landing page എന്ന് നമ്മൾ പറയാണ്. ഓക്കെ, അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ പറ്റും, ഇവിടെ ഇത് ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അപ്രൂവൽ വേണ്ട എന്തോ ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ടാഗ് കാണാൻ പറ്റും, അവൈറ്റിംഗ് അപ്രൂവൽ എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഓരോ ടാസ്കുകളിലോ അല്ലെങ്കിൽ ആ ഓരോ പ്രൊജക്ട്സിൽ വന്നിട്ട് അപ്രൂവൽ കൊടുക്കാം. ഇനി ഇവിടെ ഷെഡ്യൂൾഡ് ടാസ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഡെയിലി റിമൈൻഡേഴ്സോ അല്ലെങ്കിൽ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഡെയിലി നിങ്ങളുടെ ജിമെയിൽ ചെക്ക് ചെയ്തിട്ട് അതിനുള്ള റിപ്ലൈ ഇമെയിലൊക്കെ ഡ്രാഫ്റ്റ് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്കിവിടെ ഷെഡ്യൂൾഡ് ടാസ്കിൽ അത് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അതിന് 2 വഴികളുണ്ട്. ഇവിടെ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ ക്രിയേറ്റ് വിത്ത് ChatGPT എന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചാറ്റിൽ പറഞ്ഞു കൊടുത്താൽ മതി എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ആ ടാസ്ക് ChatGPT തന്നെ ക്രിയേറ്റ് ചെയ്തോളും. ഇല്ലെങ്കിൽ സെറ്റപ്പ് മാനുവലി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് സെറ്റ് ചെയ്യാം, എപ്പം അത് ചെക്ക് ചെയ്യണം, എപ്പോഴാണത് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഡെയിലി അത് തന്നെ ടാസ്കുകൾ ഓട്ടോമേറ്റഡ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെച്ചോളും. ഇനിയിപ്പോൾ നമ്മുടെ ഇവിടെ ഈ ഒരു എഡിറ്റ് ഇമേജസിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആമസോണിൻ്റെ ഇമേജ് ഗൈഡൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾക്ക് ഈ ഒരു ഇമേജസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇമേജസ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ എന്തോ ഒരു അപ്രൂവൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്ന് അപ്രൂവ് ചെയ്യാണ്. അതുപോലെ വെബ്സൈറ്റ് ക്രിയേഷൻ്റെതും ഇവിടെ ഞാൻ അപ്രൂവൽ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്ത ഇമേജസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ഇപ്പം നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന റോ ഇമേജസ് ആയിരുന്നു ഇത്. ഇപ്പം നമുക്കിവിടെ ആമസോൺ റെഡി ഇമേജസ് എന്ന് പറഞ്ഞ് നമുക്ക് ഈ ഇമേജസ് എല്ലാം ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു നമുക്ക് ക്വിക്ക്ലി ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ളൊരു സിപ്പ് ഫയൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കാണാം, കണ്ടില്ലേ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഈ ഒരു എല്ലാ ഇമേജുകളും നല്ല രീതിയിൽ നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്നും നമ്മളൊന്നും ചെയ്തില്ല, നമ്മൾ ആ ഒരു ഫോൾഡറിന് ആക്സസ് കൊടുത്തിട്ട് ChatGPTയുടെ വർക്കാണ് നമുക്കത് ഫുള്ള് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പം ഇവിടെ ഈ ഒരു കാര്യങ്ങൾ ഇവിടെ സ്റ്റിൽ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വെബ് സെർച്ചും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾക്കിത് ആമസോണിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ലിസ്റ്റിംഗ് ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്.
അപ്പോൾ അതും ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ട് ക്രിയേറ്റഡ് ദ കാറ്റലോഗ് വർക്ക് ബുക്ക്. ഇത് നമുക്കിവിടെ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ നെയിം, അതിനൊരു SKU ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനൊരു ആമസോണിന് വേണ്ടിയിട്ടുള്ള ടൈറ്റിൽ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പം എത്ര ഈസി ആയിട്ടാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതുപോലെ നമ്മുടെ വെബ്സൈറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. കഴിയുന്ന സമയത്ത് നമുക്കത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് വെബ്സൈറ്റ് കണ്ടോ, ബ്രൗസർ ടൂൾ നമ്മുടെ അടുത്ത് ആക്സസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ആക്സസ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ലോക്കൽ ഹോസ്റ്റിൽ തന്നെ ആ ഒരു പ്രൊഡക്ട്സൊക്കെ വെച്ചിട്ട് നമുക്കിവിടെ കണ്ടോ, അത് ഫുൾ ആ ഒരു വെബ് പേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണല്ലോ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഇത് നിങ്ങൾക്കൊരു ഫുൾ വ്യൂ കാണണമെങ്കിൽ നിങ്ങൾക്കിത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫുൾ വ്യൂ കാണാൻ പറ്റും. എക്സ്പാൻഡ് പാനൽ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഫുള്ള് കാണാം. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സൈഡ് ബാറും നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് അതും ചൂസ് ചെയ്ത് കൊടുക്കാം. ലൈക്ക് ഇതൊന്ന് ഹൈഡ് ചെയ്യാം ഇതുപോലെ തന്നെ. അപ്പോൾ നമുക്കിതുണ്ട്, നമുക്ക് ആ ഒരു ഫുൾ വെബ് പേജ് ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് ഞാൻ ആ കൊടുത്തിരുന്ന ഫോൾഡറിൻ്റെ ഉള്ളിലുള്ള ഇമേജസ് വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു വെബ് പേജ് ഫുള്ള് ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വെബ് പേജ് ഇവിടെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വെബ് പ്രിവ്യൂ വെബ്സൈറ്റ് എന്ന് പറഞ്ഞ ഇത് കാണിക്കേണ്ടത്. ഇപ്പോൾ കണ്ടില്ല, ഓപ്പൺ വിത്ത് എന്ന് ഉള്ളൊരു ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുമ്പം ഏതിലാണ് ഓപ്പൺ ചെയ്യേണ്ടത് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കോപ്പി ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കോപ്പി ലിങ്ക് കൊടുത്തിട്ട് നമുക്ക് ഇതിൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ലോക്കൽ ഹോസ്റ്റിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ലിങ്കായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇവിടെയും നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഇൻബിൽഡ് ആയിട്ടുള്ള ബ്രൗസറിലും വേണമെങ്കിൽ നമുക്കിത് വ്യൂ ചെയ്യാം. ഇനി എന്തെങ്കിലും കറക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഒരു അനോട്ടേറ്റ് എന്ന് പറയുന്ന ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്കിവിടെ ഇതിൻ്റെ എന്താ പറയുക, ഇപ്പം നമ്മൾ സാധാരണ ഇപ്പം നിങ്ങൾ ഡെവലപ്മെൻറ്റ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, യൂഷ്വലി ഉള്ള നമ്മുടെ ഡിസൈൻ മാനേജ്മെൻറ്റ് ടൂൾസിൻ്റെ ഉള്ളിലൊക്കെ, വെബ് ആപ്ലിക്കേഷൻ ടൂൾസിൻ്റെ ഉള്ളിലൊക്കെ നമുക്കിങ്ങനെ ഉണ്ടാവും. നമുക്കപ്പം ക്ലയൻറ്റ്സിൻ്റെ അടുത്തൊക്കെ കറക്ഷൻസും കാര്യങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ആ കമൻറ്റ് ആഡ് ചെയ്യാം. അങ്ങനെ ഓരോ സ്ഥലത്തും നമുക്ക് വേണ്ട ചേഞ്ചസൊക്കെ ആഡ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ChatGPTയുടെ വർക്ക് തന്നെ എന്ത് ചെയ്യും, ഇത് ഫുള്ള് അനലൈസ് ചെയ്തിട്ട് ആ കറക്ഷൻസൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് തരികയും ചെയ്യും. അപ്പോൾ അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണല്ലോ. നമുക്ക് ഓരോ പ്രാവശ്യവും ഓരോ ചേഞ്ച് ഇങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതിന് പകരം ഈ അനോട്ടേറ്റ് യൂസ് ചെയ്തിട്ട് മൊത്തം നമുക്ക് ഈ പേജ് റിവ്യൂ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്സ് ഒരു ഡിസൈനറോ ഡെവലപ്പറിൻ്റെ അടുത്തോ നമ്മൾ പറയുന്ന പോലെ തന്നെ എന്ത് ചെയ്യാം, അതിന് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നിട്ട് വർക്ക് ചെയ്ത് ഫിക്സ് ചെയ്തോളും. അപ്പോൾ നിങ്ങളെല്ലാവരും ChatGPTയുടെ ഈ ഒരു വർക്ക് എന്ന് പറയുന്ന ഫീച്ചർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുക കേട്ടോ. നമ്മുടെ ക്ലൗഡിൻ്റെ കോവർക്ക് പോലെ തന്നെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ 2 യൂസ് കേസസ് ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. ഒരുപാട് യൂസ് കേസസ് ഉണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ വർക്കിൻ്റെ എഫിഷ്യൻസി കൂട്ടാനും നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ഒക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫീച്ചറാണ് ഈ ഒരു വർക്ക് എന്ന് പറയുന്ന ChatGPTയുടെ ഈ ഒരു ഫീച്ചർ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.